السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അഭിവന്യരായ സ്വാദാത്യങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ദാർഫുദ ഇസ്ലാമിക് അക്കാദമി 12 വർഷം പിന്നിട്ട് അതിന്റെ 1ാം സനദ് ദാനം ചെയ്യപ്പെടുന്ന ഈ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിച്ച മഹാന്മാർക്കെല്ലാം സ്വാഗതം പറയുക എന്നൊരു ചെറിയ ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കുന്നത്. ദയാലുവായ റബ്ബിന്റെ അനുഗ്രഹത്താൽ ഈ മഹത്തായ സ്ഥാപനം ഒരു പരീക്ഷണം എന്ന നിലയിൽ ആരംഭിച്ചതായിട്ട് പരിശുദ്ധ ഇസ്ലാം ലോകത്തെവിടെയും പ്രചരിപ്പിക്കത്തക്ക വിധം ദീനിയായ രൂപങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്റർനാഷണൽ ഭാഷയായ ഇംഗ്ലീഷിൽ ആംഗ്ലേയ രാജ്യങ്ങളിലും അറബി രാഷ്ട്രങ്ങളിൽ അറബിയിലും ഉറുദു രാജ്യങ്ങളിൽ ഉറുദുവിലും അങ്ങനെ കേരളത്തിന് പുറത്തുകൂടി ലോകത്തിന്റെ ഏതാനും ഭാഗങ്ങൾ അല്ലാഹുവിന്റെ ദീൻ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് അതിന് അധ്യാപനം ചെയ്യപ്പെടുവാൻ, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുവാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളായി അവിടുന്ന് നിയോഗിക്കപ്പെട്ട ഉഖറവിയായ ഉലമാഇനെ പഠിപ്പിച്ച് സംസ്കരിച്ചെടുത്തുകൊണ്ട് ലോകസമക്ഷം സമർപ്പിക്കുക എന്ന മഹത്തായ ഒരു ഉത്തരവാദിത്വമാണ് ദാറുൽ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്ന് സമാധാനിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വർഷം തോറും ഇത്തരത്തിലുള്ള പണ്ഡിതന്മാര് ദാറുൽഹുദക്ക് സമുദായ സമക്ഷം സമർപ്പിക്കുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മഹത്തായ സമ്മേളനം കൊണ്ട് ഈ സമ്മേളനത്തിന് വേണ്ടി വളരെയധികം വിഷമിച്ച, വളരെ അകലെ നിന്ന് ആയിരക്കണക്കിന് നാഴിക അകലെ നിന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയ മഹാരഥന്മാരായ നേതാക്കൾ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് സംഖ്യ ചിലവഴിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വിലപിടിച്ച സമയത്തിൽ നിന്ന് ഒരു വലിയ ഭാഗം ചിലവഴിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം വിജയപ്രദമാക്കുന്നതിന് ഇവിടെ എത്തിയവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന കൃതജ്ഞതാ വചനം ഉരിയാടാനല്ലാതെ സത്യമല്ല. എന്നാൽ ഈ മഹത്തായ സമ്മേളനം കൊണ്ട് വളരെയധികം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്, വളരെയധികം നേട്ടങ്ങൾ നമുക്ക് ഇതുകൊണ്ടുണ്ട്. വളരെയധികം പണത്തിലും വളരെയധികം സമയം ചിലവഴിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിലെ വലിയ ഭാഗം ജനങ്ങൾ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കപ്പെട്ട നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി നമുക്ക് ലഭിക്കാനുള്ളത് ഏറ്റവും സുപ്രധാനമായത്
ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിലെ സാദാത്തുക്കൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശിത്വം വഹിക്കുന്ന വന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമന്നതരായ ഉലമാക്കൾ, നിരവധി മുതഅല്ലിമുകൾ, അവരോടൊപ്പമെല്ലാം ഉള്ള അല്ലാഹുവിന്റെ അനുഗ്രഹീതരായ മലായികത്തുകൾ, നിരവധി ഔലിയാക്കൾ, സൂഫിയാക്കൾ നിലകൊള്ളുന്ന ഈ മഹത്തായ സദസ്സിൽ നിന്ന് ദയാലുവായ റബ്ബിനോട് നാം കൈയുയർത്തിയാൽ പരിപൂർണമായും അല്ലാഹു സ്വീകരിക്കുമെന്നതിൽ സന്ദേഹമില്ല. അങ്ങനെയുള്ളൊരു മഹത്തായ ദുആയാണ്, പ്രാർത്ഥനയാണ്, അപേക്ഷയാണ് ദയാലുവായ റബ്ബിനോട് ഈ മഹത്തായ സമ്മേളനം മുഖേന നമുക്ക് അപേക്ഷിക്കാനുള്ളത്. എന്താണ് നമുക്ക് അല്ലാഹുവിനോട് അപേക്ഷിക്കാനുള്ളത്? ഏറ്റവും സുപ്രധാനമായത് ഈ പാവനമായ ദീനിന്റെ സംരക്ഷണം. അതാണ് നമുക്ക് ഏറ്റവും ഉന്നതമായി റബ്ബിനോട് അപേക്ഷിക്കാനുള്ളത്. രണ്ടാമതായി ഈ മഹത്തായ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് നിദാനമായ ദാറുൽ ഹുദാ ഇസ്ലാമിക് അക്കാദമി അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് ഉപകരിക്കുമാർ അനുദിനം വളരണം. ഖിയാമം വരെ, അന്ത്യനാൾ വരെ ഇത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലനിൽക്കണം. ഇതിനു വേണ്ടി നാം അകമഴിഞ്ഞ് ദുആ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായി റബ്ബിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് ദാറുൽ ഹുദാ ഇസ്ലാമിക് അക്കാദമി കേരളത്തിനകത്തും പുറത്തുമുള്ള ഗൾഫ് നാടുകളിലുള്ള നമ്മുടെ 10,000 ലക്ഷക്കണക്കിന് സഹോദരന്മാരാൽ നിർമ്മിക്കപ്പെട്ട് സംരക്ഷിച്ചു വരുന്ന ഈ മഹത്തായ സ്ഥാപനം, അതിൽ നിന്ന് വർഷം തോറും പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാർക്ക് സമുദായത്തെ സംരക്ഷിക്കുവാനുള്ള കഴിവാർജിക്കണം. അതുണ്ടാവണം. ദുന്യവിയായ ആവശ്യങ്ങൾ കാക്ഷിക്കാത്ത, വെറും പണത്തിന് വേണ്ടി ജോലി ചെയ്യാത്ത, പേരിനും പെരുമക്കും പ്രശസ്തിക്കും സ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കാത്ത, അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിനായി മാത്രം പ്രവർത്തിക്കുന്ന ഉഖറവിയായ പണ്ഡിതന്മാരായി തീരാൻ നമുക്ക് ദയാലുവായ റബ്ബിനോട് അകമടിഞ്ഞ് ദുആ ചെയ്യേണ്ടതുണ്ട്. സമുദായം, അതാണ് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നിറങ്ങുന്ന പണ്ഡിതന്മാരാൽ ലോകത്തിന് ദുന്യവിയായ ആവശ്യങ്ങൾ കാക്ഷിക്കാത്ത, വെറും പണത്തിന് വേണ്ടി ജോലി ചെയ്യാത്ത, പേരിനും പെരുമക്കും പ്രശസ്തിക്കും സ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കാത്ത, അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിനായി മാത്രം പ്രവർത്തിക്കുന്ന ഉഖറവിയായ പണ്ഡിതന്മാരായി തീരാൻ നമുക്ക് ദയാലുവായ റബ്ബിനോട് അകമടിഞ്ഞ് ദുആ ചെയ്യേണ്ടതുണ്ട്. സമുദായം, അതാണ് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നിറങ്ങുന്ന പണ്ഡിതന്മാരാൽ ലോകത്തിന് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് അകമഴിഞ്ഞ് ദുആ ചെയ്യണം. ദയാലുവായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്ഥാപനം അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പ്രാരംഭഘട്ടത്തിൽ
ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് 12 കൊല്ലത്തെ പഠനം കൊണ്ട് ദീനിയായ തഹസീലാകാൻ, ദീനിയായ സനദ് വാങ്ങാൻ, ഒരു പണ്ഡിതനാകാനുള്ള യോഗ്യത നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിധം ദീനിയായ കാര്യങ്ങൾ സമുദായത്തിന് നൽകാൻ കഴിയുന്ന വിധം ക്ലോണിംഗ് വരെയുള്ള കാര്യങ്ങൾ, അധികാരം മുതൽ ഇന്ന് വരെയുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകൾ ഈ സമുദായത്തിന് പരിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ പരിപൂർണമായും വിവരിച്ചു കൊടുക്കാൻ സാംശയ ദേശമന്യേ പക്വത നൽകാൻ കഴിവുള്ള പണ്ഡിതന്മാരുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം അതിന്റെ തനതായ രൂപത്തിൽ ബഹുജനങ്ങളിൽ എത്തിക്കാൻ കഴിയണം. ആംഗ്ലേയ രാജ്യങ്ങളിൽ പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ കലാമും ഇംഗ്ലീഷ് ഭാഷയിലൂടെ തന്നെ സാധാരണ നൈപുണ്യം അതിന് പോരാ. അല്ലാഹുവിന്റെ കലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താണ്. ഈ പണ്ഡിതന്മാർക്ക് അത്തരം രാജ്യങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കാനുള്ളതെന്ന ബോധത്തോടുകൂടി തന്നെ അല്ലാഹുവിന്റെ കലാമിന് അതിന്റെ തനതായ രൂപത്തിൽ വിവരിച്ചു കൊടുക്കാൻ ഉപയുക്തമായുള്ള ഇംഗ്ലീഷിലുള്ള പാണ്ഡിത്യം അവർക്ക് നൽകണം. അതിന് ഈ വർഷം മുതൽ ബിരുദാനന്തര കോഴ്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലും അധ്യാപനത്തിനുള്ള പരിശീലനം ട്രെയിനിങ്ങും നൽകുന്ന സംവിധാനമാണ് ഈ കൊല്ലത്തിൽ അവർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ വിജയത്തിനായി നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായി നമുക്ക് ഈ സമ്മേളനം കൊണ്ട് നേടിയെടുക്കാനുള്ളത് ഈ മഹത്തായ സ്ഥാപനം കാലഘട്ടത്തിന്റെ അനിവാര്യതയെ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതന്മാർക്ക് അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ രൂപത്തിൽ അവർക്ക് ഗ്രഹിപ്പിച്ച് സംസ്കരിച്ചെടുക്കൽ ഏറ്റവും നിർബന്ധമാണെന്നും അതുപോലെ അത് സമുദായത്തിന് ഉപകരിക്കുമെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലെ മറ്റ് 13 ജില്ലകളിൽ ഓരോന്നുണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. വെറും 80 വിദ്യാർത്ഥികൾ മാത്രം സംരക്ഷിക്കാൻ വിധി നൽകാൻ കഴിയുന്നത് കൊണ്ട് നൂറുകണക്കിന് അപേക്ഷകൾ ഇവിടെ സ്വീകരിക്കാൻ നിർവാഹമില്ലാത്ത വിധത്തിൽ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്നു. അതിന് പരിഹാരമെന്നോണം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഓരോന്ന് വീതമെങ്കിലും ദാറുൽ ഇസ്ലാമിക് അക്കാദമി സിലബസ് അനുസരിച്ച് നമുക്ക് നടത്താൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംരക്ഷണത്തിനായി അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടു മൂന്ന് കൊല്ലക്കാലത്തോളമായി ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ ദാറുൽ ഇസ്ലാമിക് അക്കാദമി വ്യവസ്ഥാപിതമായി നടക്കുന്ന സ്ഥാപനമാണെന്നും അവിടെ വെച്ച് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണമെന്നും ഉള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയുള്ള നിരവധി അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ദാറുൽ അടുത്ത പരിപാടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹി
ദാറുൽ ഹുദയിൽ നിന്ന് ഈ വർഷം ബിരുദം വാങ്ങുന്ന 36 വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൻ്റെ സാരഥി പ്രിൻസിപ്പൽ ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെയും ഉസ്താദുമാരുടെയും നേതൃത്വത്തിൽ വേദിയിലേക്ക് വരികയാണ്. എല്ലാവരും ഇരിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് ഉള്ള ഉറുദു വിദ്യാർത്ഥികളെ പ്രത്യേക സിലബസോടുകൂടി അടുത്ത വർഷം മുതൽ ദാറുൽ ഹുദയിൽ പ്രവേശനം നൽകാൻ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അവരുടെ നേതൃത്വം വഹിക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെ അടുത്ത വർഷങ്ങളിലായി ലോകത്തിന്റെ ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ ചേർത്ത് പഠിപ്പിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള സംവിധാനം അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് ദാറുൽ ഹുദയിലുണ്ട്. ഏത് രാഷ്ട്രത്തിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളെ അവർക്ക് അന്യോന്യം പെരുമാറാൻ, ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും വിവരിച്ച വിദ്യാർത്ഥികളുമായി പെരുമാറാൻ, അതിനനുസരിച്ചുള്ള വിദ്യകൾ അവർക്ക് അഭ്യസിക്കുവാനുള്ള സംവിധാനം അല്ലാഹുവിന്റെ സന്തോഷിച്ചാൽ നമുക്ക് സംജാതമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് സാധിക്കണം. ദയാലുവായ റബ്ബിനോട് നമുക്ക് അകമഴിഞ്ഞ് ആശിക്കാം. ഇതൊക്കെല്ലാം തന്നെ ഇന്നേവരെ ദാറുൽ ഹുദ ഈ രൂപത്തിൽ കെട്ടിപ്പടുക്കുകയും ഇന്നും സംരക്ഷിച്ചു വരുന്ന 10,000-കണക്കിന് സഹോദര സഹോദരിമാർ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറമെ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നുള്ള മഹാന്മാരായ ഔദാര്യവാന്മാരായ സഹോദരന്മാരുടെ സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സഹായ സഹകരണങ്ങൾ പൂർവോപരി ശക്തിപ്പെടുത്തണമെന്നും അതിനായി വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയുടെ നടക്കുമ്പോൾ ഇതിന്റെ സൂത്രധാരകരായ, ഇതിന് രൂപവും ഭാവവും നൽകിയ ഇതിന്റെ സ്ഥാപക നേതാക്കളായ മർഹൂം മൗലാന എം ബഷീർ മുസ്ലിയാർ അല്ലാഹു മർഹബ, മർഹൂം സി എച്ച് ഐദറൂസ് മുസ്ലിയാർ അല്ലാഹു മർഹബ, ആ മഹാന്മാർ രണ്ടുപേരും ഇന്ന് ചെറുവൂർ ഖബർസ്ഥാനിലും പുതുപ്പറമ്പ് ഖബർസ്ഥാനിലും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രതിഫലങ്ങൾ അനുനിമിഷം ആസ്വദിച്ചുകൊണ്ടിരിക്കും എന്ന് നമുക്ക് സമാധാനിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സ്ഥാപനങ്ങൾ മുഖേനയും ആ മഹാന്മാരുടെ ദീനീയ സേവനം മൂലമായി ഇവിടെ ഉണ്ടായ പരിശുദ്ധ ഇസ്ലാമിന്റെ ദീനീ സംരക്ഷണ രംഗത്ത് ഉണ്ടായ മഹത്തായ നേട്ടങ്ങളുടെയും പ്രതിഫലം ദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ. അവരെയും നമ്മെയും ദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് അല്ലാഹുവിനോട് അകമഴിഞ്ഞ് ദുആ ചെയ്യുകയാണ് ആദ്യമായി ചെയ്യുന്നത്. പിന്നീട് ഈ മഹത്തായ പരിപാടിയിൽ നേതൃത്വം നൽകുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡന്റും
മഹാപണ്ഡിതനുമായ മഹാനായ സയ്യിദ് വായ്മത്തങ്ങൾ അവരുകളാണ്. മഹാനവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ മുസ്ലിംകളുടെ ആദരണീയരായ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ബിൻ ശിഹാബ് തങ്ങൾ അവരുകളാണ്. മഹാനവറുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ സനത് നൽകുന്നത് മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ ബിൻ ശിഹാബ് തങ്ങൾ അവരുകളാണ്. മഹാനവറുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ സനദ്ദാന പ്രസംഗം നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അധികൃതരായ ജനറൽ സെക്രട്ടറി ഷേഖുന ജനീദ് മുസ്ലിയാർ അവരുകളാണ്. മഹാനവറുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മയെല്ലാം അഭിമുഖീകരിക്കുന്നതിന് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും മറ്റും വളരെയധികം സാഹസപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെയെത്തി നമ്മെ അഭിസംബോധനം ചെയ്ത് നമ്മെ സംതൃപ്തരാക്കണമെന്നുള്ള ഏകലക്ഷ്യത്തോടുകൂടി വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സാഹിബ് എം പി അവരും ബഹുമാനപ്പെട്ട ഗണാത്വാര സാഹിബ് അവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷമതകൾ കബൂൽ ചെയ്യുമാറാവട്ടെ, സമഗ്രമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഉടനെ തന്നെ സാഹിബ് അവർക്ക് ബാംഗ്ലൂരിൽ എത്തേണ്ടതുണ്ട്, രാവിലെ ഡൽഹിയിൽ എത്തേണ്ടതുണ്ട്. ഞങ്ങൾ വളരെയധികം അതിനെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അനിശ്ചിതരായ നേതാക്കളാൽ അഭിസംബോധനം ചെയ്യപ്പെടുകയാണിത്. ബഹുമാനപ്പെട്ട കെ മാനുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഖജാൻജിയായി ഗവർണർ ഇബ്രാഹിം മുസ്ലിയാർ അവர்களுം എം പി മുഹമ്മദ് മുസ്ലിയാർ, പി എം അബ്ദുള്ള മുസ്ലിയാർ ചന്ദ്രിക, എം എം മുഹിയുദ്ദീൻ മുസ്ലിയാർ ആലുവ, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം എൽ എ തുടങ്ങിയ മഹാന്മാരും നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ മുഹമ്മദ് അലി, മുക്കം മൊയ്മനാജി, പി കെ കരീബുദ്ദീൻ ഹാജി തുടങ്ങിയ അതുപോലെ തന്നെ ഇബ്രാഹിം ഖാൻ സാഹിബ് എറണാകുളം സെക്രട്ടറി ഇബ്രാഹിം ഖാൻ സാഹിബ് തുടങ്ങിയിട്ടുള്ള ഉമറാക്കളും അതുപോലെ മഹാന്മാരായ പലരും നമ്മുടെ വേദിയിൽ ഉപസ്ഥിതരായിട്ടുണ്ട്. ഈ മഹത്തായ സദസ്സിലുണ്ട്. അവർക്കെല്ലാം ഞാൻ മറ്റു വാക്കിൽ സ്വാഗതം ആശംസിച്ച് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദയാലുവായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തായ ദീനിന് പാവനമായ സമുദായത്തിന് നേതൃത്വം നൽകാൻ ഈ മഹാന്മാർക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള കരുത്തും സർവ്വവിധ കഴിവുകളും നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ എല്ലാം ഇന്ത്യൻ മുസ്ലിംകളുടെ സമാദരണീയരായ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് സാദരം സവിനയം അപേക്ഷിച്ചുകൊണ്ട് മഹാനായ സയ്യിദ് തങ്ങൾ അവരോട് ഈ മഹത്തായ പരിപാടിയുടെ നേതൃത്വം വഹിക്കാൻ അഥവാ അധ്യക്ഷപദം സ്വീകരിക്കാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ
വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.